നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. NSS SNDP ഐക്യം ഇന്നലെ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂലങ്കഷമായ ചർച്ചയാണ് രാഷ്ട്രീയ കേരളത്തിൽ. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താകുമെന്നുള്ളതാണ് CPM-ഉം BJP-യും കോൺഗ്രസും ചിന്തിക്കുന്നത്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം വേഗത്തിൽ നോക്കാം വാർത്തകൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. 4 വയസ്സുള്ള ചെറുമകൻ ഗുരുതര പരിക്കോടെ ചികിത്സയിൽ. മരുമകൻ പ്രതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. സ്വർണ്ണപ്പാളികളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട്. തന്ത്രിയുടെയും പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് വഴങ്ങാതെ സർക്കാർ. ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി സർക്കാർ ലോക്ഭവന് തിരിച്ചു നൽകി. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കിയാകും ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിക്കുക. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെ തുടക്കമാകും. SNDP NSS ഐക്യത്തിൽ കരുതലോടെ CPM. ഐക്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വരികയെന്ന് പറയാനാകില്ലെന്നും എന്നാൽ ഐക്യപ്പെടുന്നത് നല്ലതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്ക് ഒപ്പമാണെന്നും MV ഗോവിന്ദന്റെ വിമർശനം. മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. പരാമർശം ദോഷകരമെന്ന് വിലയിരുത്തൽ. പ്രതിപക്ഷത്തിനെതിരായ സമുദായ നേതൃത്വങ്ങളുടെ വിമർശനത്തെ വഴിതിരിച്ചുവിടാൻ പരാമർശം ഇടയാക്കിയെന്ന് വിലയിരുത്തൽ. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ഇന്നു വിധി. അമ്മ കുഞ്ഞിനെ കൊന്നത് കാമുകനൊപ്പം ജീവിക്കാൻ. അമ്മ ശരണ്യയും കാമുകൻ നിധിനും പ്രതികൾ. വിധി പറയുക തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. ഒരാഴ്ചയായി രാഹുൽ ജയിലിൽ. ജനുവരി 10 രാത്രിയാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസിന്റെ വിജയ സംഗമം ഇന്ന്. രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമാകും. കേരള കുംഭമേളയ്ക്ക് ഇന്ന് തിരുനാവായയിൽ കൊടിയുയരും. ധർമ്മധ്വജാരോഹണം നടത്തുക ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മാഘ മഹോത്സവം ഫെബ്രുവരി 3 വരെ. പാലക്കാട് വാളയാറിൽ വൻ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തിയ 1,18,00,000 രൂപ പിടിച്ചു. തെലങ്കാന സ്വദേശി ചവാൻ രൂപേഷ് കസ്റ്റഡിയിൽ. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരായ 2ാം ഘട്ട സമരത്തിന് ഇന്ന് തുടക്കം. AKM അഷ്റഫ് MLA-യുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമവും നടക്കും. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. BJP ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് സമർപ്പിക്കും. വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ പാർട്ടിയുടെ പ്രസിഡന്റാകും. പ്രഖ്യാപനം നാളെ. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിജയ് ഇന്ന് വീണ്ടും CBIക്ക് മുന്നിൽ. ജനുവരി 12-ന് വിജയെ CBI 6 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്വാൻ ഇന്ന് ഇന്ത്യയിൽ. നഹ്വാന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം. ഊർജം, വ്യാപാരം, നിക്ഷേപം മേഖലകളിൽ തന്ത്രപരമായ കരാറുകൾ ഉണ്ടാകും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. SNDP NSS ഐക്യത്തിൽ കരുതലോടെ CPM. ഐക്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വരികയെന്ന് പറയാനാകില്ലെന്നും എന്നാൽ ഐക്യപ്പെടുന്നത് നല്ലതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്കൊപ്പമാണെന്നും ഗോവിന്ദൻ വിമർശിച്ചു. നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല.
അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാവും നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പട്ട പുതച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വിരാളിപ്പട്ട് പോകേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുമായിരുന്നു. ഇന്നലെയാണ് ആദ്യം വെള്ളാപ്പള്ളി നടേശനും പിന്നീട് സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ട് ഇത്തരമൊരു ഐക്യത്തിൻ്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. ഐക്യപ്പെടാൻ പോകുന്നുവെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നത്. കോൺഗ്രസ് സ്വാഭാവികമായും പല കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. CPM ഇതിന് കാർമ്മികത്വം വഹിക്കുന്നുവെന്ന വിമർശനം മറ്റൊരു വഴിക്കുണ്ട്. എന്താണിപ്പോൾ CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ പൊരുളെന്താണ്? രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ അത് നായർ ഈഴവ ഐക്യം അത് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, ഇതിൽ CPMന് ചെറുതല്ലാത്ത പങ്കുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളും CPM ആകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. CPMന് വേണ്ടി തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ NSSന്റെയും SNDPയുടെയും നേതാക്കൾ നടത്തുന്നത്. ഏതായാലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ വളരെ സൂക്ഷ്മമായി മാത്രം, വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാകും CPMന്റെ പ്രതികരണം വിഷയത്തിൽ വരിക. ഇന്നലെ ഒരു തെറ്റായ ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു പരാമർശം നടത്തിയത് സജി ചെറിയാനാണ്. അതിൽ CPMന് കടുത്ത അതൃപ്തിയുമുണ്ട്, സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. പക്ഷേ MV ഗോവിന്ദന്റെ പ്രതികരണവും ഇന്നലെ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണവും വളരെ കരുതലോടെയായിരുന്നു. ഇതിനെ ഈ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ അണിയറ നീക്കത്തിന് പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ഐക്യ നീക്കത്തിന് പിന്നിന്റെ കാർമ്മികത്വം CPMന്റെ ആണെങ്കിൽ പോലും അവർ ആ രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണഭോക്താക്കൾ CPM ആകണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് രണ്ട് സാമുദായിക സംഘടന നടത്തുന്നതെങ്കിൽ കൂടിയും CPM നേതാക്കൾ ആവേശത്തോടു കൂടിയ ഒരു പ്രതികരണം നടത്തില്ല. അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാണട്ടെ എന്നുള്ളതായിരുന്നു. ഒന്ന്, VD സതീഷിനെതിരെ മാത്രമുള്ളൊരു നീക്കമായി ഇത് CPM കാണുന്നില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരണം ആ രീതിയിലായിരുന്നു. ഇത് വ്യക്തിപരമായ നീക്കമല്ല. VD സതീശൻ ഇതൊരു രാഷ്ട്രീയ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും SNDPയും NS ഒരുമിച്ച് തന്നെ ആക്രമിക്കുമ്പോൾ അതിന്റെ ഗുണം ഉണ്ടാകും എന്ന് തന്നെ UDFന് അപ്പുറത്തേക്ക് VD സതീശനും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് CPMന്റെ നീക്കം. സതീശനെ കൃത്യമായി ആക്രമിക്കാൻ ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായി. സതീശൻ പറഞ്ഞത് വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഞാൻ പിന്തിരിഞ്ഞോടുകയില്ല, അവിടെ വെട്ടേറ്റ് വീണാലും മരിച്ചാലും വീരാളിപ്പട്ട് പുതച്ച് കിടക്കും എന്നാണ് സതീശൻ പറഞ്ഞത്. പക്ഷേ MV ഗോവിന്ദനും അതിന് മറുപടി പറഞ്ഞത് വീരാളിപ്പട്ട് പുതയ്ക്കും, പക്ഷേ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വീരാളിപ്പട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോട് ഒരുപോലെ ചേർന്നതുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരെ സതീശൻ പറയുന്നത്. അത് ആ രീതിയിൽ വിമർശിച്ചു പോകുമ്പോഴും SNDPയുടെയും NSന്റെ നീക്കം സതീശനെതിരെ എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കില്ല. മാത്രമല്ല അതിലൊരു അമിത ആഹ്ലാദവും പ്രകടിപ്പിക്കില്ല. പക്ഷേ അതിൽ വലിയ നേട്ടമുണ്ടാകും. ഒരു CPMന്റെ ഒരു നീക്കവും ലക്ഷ്യവും 0 വോട്ട് ടു BJP എന്നുള്ളതാണ്. അതായത് SNDPയും NSSും യോജിക്കുമ്പോൾ ആ വോട്ടുകൾ BJPയിലേക്ക് പോകാൻ പാടില്ല. അല്ലെങ്കിൽ BJPയിലേക്ക് പോകേണ്ട വോട്ടുകൾ വഴിമാറ്റാൻ ഈ ഐക്യ നീക്കം ഉപകരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് CPMനുള്ളത്. അത് വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ ചിത്രം വ്യക്തമാകും. ഏതായാലും SNDP NS ഐക്യം ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് CPMനെയാണ്, ഇടതുമുന്നണിയാണ്. അത് ആശങ്കയിലാക്കുന്നത് കോൺഗ്രസിനെയാണ്, UDFനെയാണെന്ന കാര്യം തർക്കമില്ല. തുടരുക അരുണ്, നമുക്ക് ഈ വിഷയത്തിൽ VD സതീശൻ സംസാരിച്ച അതെന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പരാമർശം വളരെ പ്രധാനപ്പെട്ട ഒന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. ആ വാക്കുകളിലേക്ക്. സെക്യുലർ പൊസിഷനിങ് ആണ്, ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാറേ, തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാ ഇവിടെ. അന്ന് ഞാൻ പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുതച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ, ഇത് കയ്യിലേക്ക് എന്താ എത്ര തീർത്തി. 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർത്തു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല, വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി.
അതായിരുന്നു സതീഷിന്റെ ഇന്നലത്തെ വാക്കുകൾ. അതിനുള്ള മറുപടിയാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് വഴങ്ങാതെ സർക്കാർ ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി സർക്കാർ ലോക് ഭവന് തിരിച്ചു നൽകി. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കിയാകും ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിക്കുക. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെയാണ് തുടക്കമാകുന്നത്. 29 ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും സമ്മേളനത്തിൽ ഉണ്ടാകും. വി അരുൺ വിവരങ്ങളുമായി ചേരും. അവരുടെ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട തർക്കം നേരത്തെയും മുൻ ഗവർണർ ഉള്ള സമയത്തും ഉണ്ടായിരുന്നു, സ്ഥിരമായി ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കടുപ്പത്തിലാണെന്ന് തോന്നുന്നു പുതിയ ഗവർണർ. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ വന്ന ശേഷമാണ് നയപ്രഖ്യാപന പ്രസംഗം വലിയ വാർത്ത പ്രാധാന്യം നേടുന്നത്. നയപ്രഖ്യാപന പ്രസംഗം സാധാരണഗതിയിൽ ഒരു സഭാ സമ്മേളന തുടക്കത്തിൽ, ഒരു പുതുവർഷത്തിലെ സഭാ സമ്മേളന തുടക്കത്തിൽ ഒരു നടപടിക്രമം മാത്രമായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷം സർക്കാരുമായി നിരന്തര ഏറ്റുമുട്ടൽ. ഗവർണർ സർക്കാരിന്റെ പ്രസംഗം, സർക്കാർ നയമാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം, കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങളൊന്നും അവതരിപ്പിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിരുന്നില്ല. പലപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമാക്കി നയപ്രഖ്യാപന പ്രസംഗത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറ്റിയിരുന്നു. സർക്കാരിന്റെ മുൾമുന നീക്കമായി. ഇപ്പോൾ ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷവും സർക്കാരുമായി ഏറ്റുമുട്ടലുണ്ട്. പക്ഷേ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പാതയിലല്ല. വിമർശനങ്ങൾ പറയും, അല്ലെങ്കിൽ എതിർപ്പുകൾ പറയും, പക്ഷേ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള രീതി. ഇവിടെയും സർക്കാർ നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ രണ്ടിടങ്ങളിൽ വിമർശനമുണ്ട്. ഈ രണ്ടും മാറ്റണമെന്നാണ് പ്രസംഗം ലഭിച്ചപ്പോൾ ലോക് ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ അത് തയ്യാറായില്ല. സർക്കാർ തയ്യാറാകുന്നതിന് പകരം അതേ പ്രസംഗം വീണ്ടും ലോക് ഭവന് അയക്കുകയായിരുന്നു. സ്വാഭാവികമായും ഗവർണർക്ക് അത് അവതരിപ്പിക്കേണ്ടി വരും. പക്ഷേ അവിടെ അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര വിരുദ്ധ സമീപനങ്ങൾ, കേന്ദ്ര വിമർശനങ്ങൾ ആ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തില്ല. അദ്ദേഹത്തിന് വായിക്കാതെ അത് ഒഴിവാക്കാനാകും. അതിനപ്പുറത്തേക്ക് ഇത് ഒഴിവാക്കിയാൽ മാത്രമേ വായിക്കാനാകൂ എന്ന കടുത്ത നിലപാട് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചതുപോലെ അർലേക്കർ സ്വീകരിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് അദ്ദേഹം നിയമസഭയിൽ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും. അവിടെ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാകും അദ്ദേഹം അവതരിപ്പിക്കുക. പക്ഷേ അദ്ദേഹം അത് ഒഴിവാക്കിയാലും അത് സഭാരേഖയിൽ ഇടം പിടിക്കും. കാരണം സർക്കാർ കൊടുക്കുന്ന നയപ്രഖ്യാപനം പ്രസംഗം അതേപടി വായിച്ചതായി ഗവർണർ അതിൽ ഒരു പാരഗ്രാഫ് മാത്രമാണ് വായിച്ചതെങ്കിൽ പോലും മുഴുവൻ വായിച്ചതായി മാത്രമേ കണക്കാക്കാനാകൂ. ഇനി അതിനപ്പുറത്തേക്ക് ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പരാമർശം കൊണ്ട് അതിനോട് തനിക്ക് വിയോജിപ്പെടുന്നു പറഞ്ഞാൽ അതൊരു ചരിത്രമാവുകയും അത് രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യും. അതിന്റെ സാധ്യത കുറവാണ്. പകരം ഗവർണർ സർക്കാർ നൽകിയ കേന്ദ്രവിരുദ്ധ പരാമർശ ഭാഗങ്ങൾ വായിക്കാതെ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നാളെയാണ് നയപ്രഖ്യാപന പ്രസംഗം. ഈ നിയമസഭയുടെ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനമാണ് നാളെ തുടങ്ങുന്നത്. വളരെ നിർണായകമായ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ പകുതി വെച്ചൊരു പക്ഷേ സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മറ്റൊരു രാഷ്ട്രീയ കൗതുകം ഇതിൽ വരാനുള്ളത്, ഒരു MLA സംസ്ഥാന നിയമസഭയിൽ, കേരള നിയമസഭയിൽ ഒരു MLA ഇതാദ്യമായി അയോഗ്യരാക്കാൻ പോകുന്ന ഒരു സമ്മേളനം ഇതിൽ കൂടി 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം കേരളത്തിൽ ഇടം പിടിക്കും. അതിനുള്ള നീക്കങ്ങൾ ഇതിനകം സ്പീക്കറുടെ ഓഫീസും ഇടതുപക്ഷവും ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർച്ചയായ ബലാത്സംഗ കേസുകൾ പ്രതിയാകുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കോൺഗ്രസ് MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യരാക്കാനുള്ള പ്രമേയം ഈ സഭാ സമ്മേളനത്തിൽ വരാം. അതിനുള്ള തുടക്കമെന്ന നിലയിൽ നേരത്തെ DK മുരളി CPMന്റെ MLA സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അത് സഭയിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുവദിക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് പരിഗണനയ്ക്ക് വിടുകയും അത് പിന്നീട് സഭ പാസാക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ തവണ സഭയിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ ഇപ്പോൾ കുറയും. ഒരു MLA, അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ MLA ആന്റണി രാജു തൊണ്ടി മുതൽ മോഷണക്കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് നിയമസഭാ അംഗത്വം അയോഗ്യനായിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തും ഒരു MLAയുടെ കുറവുണ്ടാകും. അതും ഈ സഭയ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബജറ്റ് അവതരണം 29-നുണ്ടാകും. ഒരുപാട് ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ഭരണ തുടർച്ചയ്ക്കുള്ള ആയുധങ്ങൾ, അവസരങ്ങളൊക്കെ അതിൽ സർക്കാർ കരുതി വച്ചിട്ടുണ്ടാകും. ആ രീതിയിൽ കൂടി ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായിരുന്നു. മറ്റൊരു പ്രധാന വാർത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം മഹാപഞ്ചായത്ത് രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15,000-ലധികം പേരാണ് മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, കോൺഗ്രസിനൊരു വലിയ വിജയം നേടിക്കൊടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ആത്മവിശ്വാസമുണ്ട്. പ്രാദേശികമായ, നമുക്കറിയാം, സാമുദായികമായ ചില പ്രതിസന്ധികളൊക്കെ ചുറ്റുപാടുമുണ്ട് എങ്കിൽ പോലും അതേ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. ഇന്നിപ്പോൾ തുടക്കം കുറിക്കുകയാണല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്?
രഞ്ജിത്ത്, ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ മഹാപഞ്ചായത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണേണ്ടത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇതിൽ രാഹുൽ ഗാന്ധി തന്നെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിവിടേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നത്. ഏതാണ്ട് 15,000-ലധികം പ്രവർത്തകരല്ല, ഇതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എത്തിയവർ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിയവർ, ഇവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ മുന്നൊരുക്കങ്ങളിലേക്ക് പോകാനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി പോകുമ്പോൾ അതിൽ ഒരു സമ്പൂർണ്ണ വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്യുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേടിയ ആധികാരികമായ ഒരു അപ്രമാദിത്യമായ ഒരു വിജയം എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്, അതൊരു കയ്യകലത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് അതിനുള്ളൊരു ദൂരമുള്ളത്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ രീതിയിലുള്ളൊരു വിജയം തന്നെ നേടണം. അങ്ങനെയൊരു കൃത്യമായ ഒരു വിജയത്തിൽ മാത്രമേ UDFന് ഒരു തിളക്കമെന്നത് അവകാശപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നു, ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് തന്നെയാണ് ഈ മഹാപഞ്ചായത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരുന്നു. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം കൊച്ചിയിലെ വേദിയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം മറൈൻ ഡ്രൈവാണ് സംഘം വേദിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തുമ്പോൾ ഇന്ന് 2 പരിപാടികൾ മാത്രമാണ്. അതിലൊന്ന് എഴുത്തുകാരി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ എം ലീലാവതിക്ക് പ്രിയദർശിനി പുരസ്കാരം അദ്ദേഹം കളമശ്ശേരിയിലെ വസതിയിലെത്തി സമ്മാനിക്കും. അതിനുശേഷം മറൈൻ ഡ്രൈവിലെ വേദിയിലേക്ക് എത്തുക എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും 1 മണിക്കൂറിലധികം അവിടെ ചെലവഴിക്കുകയും ചെയ്യും. പ്രവർത്തകരുമായി സംവദിക്കും. നിരവധിയായ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ്, ഒപ്പം രമേശ് ചെന്നിത്തല തുടങ്ങിയ അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ ഒരു നിര തന്നെ ഇവിടെ കൊച്ചിയിലുണ്ട്. കേന്ദ്ര നേതാക്കളായ സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ളവരുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഏതാണ്ട് സമുന്നതമായ നേതൃത്വ നിര തന്നെ കൊച്ചിയിൽ സന്നിഹിതരാണ്. പ്രവർത്തകരുമായി സംസാരിക്കുന്നു. മുന്നോട്ടുള്ള പോക്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഏത് രീതിയിൽ അത് ഗുണകരമാകുന്ന രീതിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കാം, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളുണ്ടാവും. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള സമുദായ സംഘടനാ നേതാക്കളുടെ ഒരു നീക്കം എന്ന രീതിയിൽ തന്നെ കോൺഗ്രസിനകത്ത് ചില രീതിയിലുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതികരണത്തിന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഇന്നലെ ഒരു കരുതലോടുകൂടിയുള്ളൊരു സമീപനമെല്ലാം തന്നെയാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഈ സമുദായ നേതാക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ്, ഒരു വലിയ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന കാലത്ത് ഉയർന്നു വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം, ഏത് രീതിയിൽ മുന്നോട്ട് പോകാം എന്നതെല്ലാം തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും സ്വാഭാവികമായ തീരുമാനങ്ങൾ ഉണ്ടാകുക. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഒരുപക്ഷെ അവിടെ നേതാക്കളെല്ലാവരും തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ചർച്ചകളിലേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിന് ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ഈ ദിവസം നമുക്ക് കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, തീർച്ചയായും രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം VD സതീശനുമായി ബന്ധപ്പെട്ട് NSSും SNDPയും ഉയർത്തിയ പ്രതികരണം, അവിടെ കോൺഗ്രസ് നേതാക്കളെ കൂടി അവർ അത്തരത്തിൽ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കട്ടെ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സ്വാഭാവികമായും അത്തരം പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതായിരിക്കും ഇടക്കാല റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റും തുടർ നടപടികളും SIT കോടതിയിൽ വിശദീകരിക്കും. സമീപ ദിവസങ്ങളിൽ വിവാദമായ വാജി വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും SIT കോടതിയെ ധരിപ്പിക്കും. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പോലെ അല്ല, ഇത്തവണ കുറച്ചുകൂടി ശാസ്ത്രീയ തെളിവുകൾ മുൻനിർത്തിയുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ എത്തിക്കുന്നത്. അതിന് ഗൗരവമുണ്ട് താനും.
രഞ്ജിത, ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും സ്വർണത്തിന്റെ അളവ് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്, വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം. അതാണ്. അത് മാത്രമല്ല, ഈ വിജയ് മല്യ 1998 നൽകിയിട്ടുള്ള പാളികളും അവിടെയുള്ള മറ്റു പാളികളും ഈ സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള താരതമ്യ പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. ഈ താരതമ്യ പരിശോധനയിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ സ്വർണ്ണപ്പാളികളുടെ ഭാരം കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തെളിവാണ്, വലിയ വഴിത്തിരിവാണ് ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതും ചേർത്ത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഏത് തരത്തിലേക്ക് ഇനി അത് ഡൈവേർട്ട് ചെയ്യാമെന്നുള്ള കാര്യമായിരിക്കും കോടതിയെ ബോധ്യപ്പെടുത്തുക. ശാസ്ത്രീയ പരിശോധന ഫലത്തിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറിയിരുന്നു. SIT ഈ തലവൻ, അന്വേഷണ സംഘ തലവൻ ADGP H വെങ്കടേഷ് ആയിരിക്കും ഇന്ന് കോടതിയിൽ ഹാജരായി SITക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി അന്വേഷണ പുരോഗതിയും അതുപോലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വിശദീകരിക്കുക. മാത്രമല്ല, വാജിവാഹനവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കയ്യിൽ നിന്നും കത്തിൽ നിന്നും വാജിവാഹനം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും SIT ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അല്ലെങ്കിൽ താഴ്മൺ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള തരത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ പ്രതികരിച്ചത്. അങ്ങനെയാണ് അതേ തറയിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് കൃത്യമായി ഇത്തരത്തിൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള തരത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ബൈലോ അങ്ങനെയായിരുന്നു. ആ തരത്തിലാണ് അത് തന്ത്രിയുടെ കൈകളിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടി പ്രതികരിച്ചതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുമ്പോൾ SIT ഇതുവരെയുള്ള, അതായത് ഈ സ്വർണ്ണപ്പാളിയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് പ്രധാനം. അതുമായി ബന്ധപ്പെട്ട ഇനി ഈ സ്വർണ്ണപ്പാളിയിൽ കണ്ടെത്തിയിട്ടുള്ള ഭാരത്തിന്റെ വ്യത്യാസം, സ്വർണത്തിന്റെ വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായും ഫോക്കസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക. അത് ഏത് തരത്തിൽ പോകണമെന്നുള്ള കാര്യം ഇന്ന് ഹൈക്കോടതി കൂടുതൽ നിർദ്ദേശങ്ങൾ SITക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SIT അന്വേഷണ സംഘ തലവൻ H വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നറിയാം. അദ്ദേഹം തന്നെയാണ്, H വെങ്കടേഷ് തന്നെയാണ് ഇന്ന് ഈ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് കോടതിയിൽ നൽകുക. രഞ്ജിത്ത്, ആജ്ഞ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കൊള്ളയിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞെന്നും കാട്ടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. കണ്ണൂർ തയ്യിലിൽ കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. തയ്യിലെ വീട്ടിൽ പിതാവ് പ്രറമിനൊപ്പം ഉറങ്ങിയായിരുന്ന മകൻ വിയാനെ അമ്മയും 1-ാം പ്രതിയായ ശരണ്യയും എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. കുട്ടിയുടെ അമ്മ ശരണ്യ, വലിയന്നൂർ പുന്നക്കൻ ഹൗസിൽ P നിധിൻ എന്നിവരാണ് പ്രതികൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയ മരുമകൻ കസ്റ്റഡിയിൽ വളർത്തുമകളുടെ ഭർത്താവായ പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ഇയാളെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വണ്ടി എടുത്തിട്ടോ നോക്കണ്ട സംസാരിക്കല്ലേ, സംസാരിച്ച ചുരി പൊളിയും.
ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് എന്നാണ് വിവരം. പ്രജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, ദീർഘനാളായി ഇവർ തമ്മിൽ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് ഈ പൊന്നാനി സ്വദേശിയായ റാഫി ഈ സുൽഫത്തും റാഫിയും തമ്മിൽ വിവാഹത്തിന് ശേഷം കുറച്ചു കാലമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. അവർക്കൊരു മോനുണ്ട്. ആ മോന്റെ അവകാശവാദത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ റാഫി ഇവരെ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഇവർ സുൽഫത്തിനെയാണ് ആക്രമിക്കാൻ വന്നത്. സുൽഫത്ത് ഈ ചെറിയ 4 വയസ്സുള്ള കുട്ടിയുമായി പുറത്തിറങ്ങി പോകുന്നതിനിടയിലാണ് കുട്ടിയുടെ മേലെ വെട്ടുന്നത്. അത് കുട്ടിക്ക് മാരകമായി പരിക്കുണ്ട്. ആദ്യം കുട്ടിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. രാത്രി 12 മണിക്ക് അതിനുശേഷം ഈ നാലകത്തിൽ നസീറിനെയും സുഹറയെയും വെട്ടി കൊലപ്പെടുത്തുകയും തുടർന്ന് ഈ പ്രതി കൈ ഞരമ്പ് മുറിച്ച് സമീപത്തുള്ള പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഓടി മറിയുകയാണ് ഉണ്ടായത്. നാട്ടുകാരും പോലീസുകാരും ചേർന്ന തെരച്ചിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. പ്രതിയെ പിടികൂടിയപ്പോൾ പറയുന്നത് ഈ കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലിയാണ്, കുട്ടി തനിക്ക് വേണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ വീട്ടുകാർ കുട്ടിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിനുള്ള ദേഷ്യത്തിലാണ് ഈ റാഫി ഇവരെ വന്ന് ആക്രമിക്കുന്നത്. അതിലാണ് ഇങ്ങനെ കൊല നടക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഒറ്റപ്പാലം പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൈഞ്ഞരമ്പ് മുറിച്ച പ്രതിയായ റാഫിയെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരി പ്രജിത്ത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന സമൂഹ മാധ്യമത്തിലൂടെ ഉള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവം ഇന്നലെ വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ. യുവാവിന് സോഷ്യൽ മീഡിയയിലൊക്കെ യുവതിക്കെതിരെയുള്ള വലിയ ആക്രമണം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നാണ് കൂടുതലുമായി ആരോപണം ഉയരുന്നത്. യുവതിക്കെതിരെ നിയമ നടപടിക്കാണ് കുടുംബം ഒരുങ്ങുന്നത്. ദീപക്കിന് നീതി കിട്ടാനായി ഏതറ്റം വരെ പോകുമെന്നാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക്ക് തെറ്റിയതിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുവാണ്. അനീഷ്, ഇന്നലെ അത് കണ്ടതാണ്, ആ പ്രവൃത്തി കണ്ടതാണ്. വലിയ വിമർശനം ഈ യുവതിക്കെതിരെ ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളും നിയമ നടപടിയിലേക്ക് പോവുകയാണോ? തീർച്ചയായും സമ്മിശ്രമായ വികാരമാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇന്നലെ തന്നെ കുടുംബം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഈ സംസ്കാര ചടങ്ങുകളടക്കം കഴിയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കമ്മീഷണറെ കണ്ട് ഇക്കാര്യത്തിൽ പരാതി നൽകുന്നതിനുള്ള ഒരു ഒരുക്കത്തിലേക്ക് കുടുംബവും സുഹൃത്തുക്കളും കടന്നിരിക്കുന്നത്. ഈ സമൂഹ മാധ്യമത്തിലെ റീച്ച് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഈ യുവതിയുടെ ഈ നടപടി എന്ന വിമർശനമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കണ്ടന്റ് ക്രിയേഷൻ എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു അവരുടെ ആ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതെന്നും വ്യക്തമാക്കുന്നു. നിയമപരമായ നടപടികൾ നേരിടാനായിരുന്നുവെങ്കിൽ പോലീസിനോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗികമായ പരാതി നൽകിയ ശേഷം തെളിവായി ഇത് സമർപ്പിച്ച അനുബന്ധ കാര്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ മറുവശത്ത് ഇതൊരു കണ്ടന്റായി മാറ്റി റീച്ച് വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ യുവതി ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തു. 2 മില്യണിലടക്കം, അതായത് 20 ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അടക്കി വീണ്ടും ഒരു വീഡിയോ നിർമ്മിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു വലിയ മാനസിക വിഷമത്തിലേക്ക് ദീപകിനെ തള്ളിവിട്ടത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും വലിയ ഒരു വിവാദമായി അല്ലെങ്കിൽ ഒരു ചർച്ചയായി തന്നെ സമൂഹത്തിൽ ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ മെൻസ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ചും രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുന്നുണ്ട്. ഈ ദീപകിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേസെടുത്തിരുന്നു. ഇതിലേക്ക് ഇനി യുവതിയെ കൂടി പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഈ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ശരി.
മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ വീണ്ടും കോടതിയിൽ. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുൽ ജയിലിലാണ്. ജനുവരി 10 രാത്രിയിലാണ് രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇടവേള. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത. അടുത്ത മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കണം. ശുപാർശകൾ നടപ്പാക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടത്തണം. മുന്നണികൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കണമെന്നും അതിരൂപത ആവശ്യപ്പെടുന്നു. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരായ രണ്ടാം ഘട്ട സമരത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. AK മഷ്റഫ് MLA നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമവും നടക്കുന്നത്. ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. KV ബൈജു വിവരങ്ങൾ വച്ചിരിക്കുകയാണ്. ബൈജു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ടോൾ പിരിവിനെതിരെ സമരം നടക്കുകയാണ്. അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ ഇവിടെ പറയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ സത്യാഗ്രഹ സമരം അത് വലിയ തോതിൽ അക്രമസക്തമാവുകയും 500ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് ഇടപെട്ട് ആ സമരം താൽക്കാലികമായി അവിടെ നിന്നും അവസാനിപ്പിച്ചത്. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് കലക്ടറേറ്റിലേക്ക് വലിയ തോതിൽ ഉപരോധ സമരവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തിറങ്ങുന്നത്. ജില്ലയുടെ ജനപ്രതിനിധികൾ, അതായത് കാസർഗോഡ് അതുപോലെ തന്നെ മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിലെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ ഇതിലുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നെ നെല്ലിക്കുന്ന MLA ഉണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സമരം ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിനിടയിലാണ് രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ഈ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ബുധനാഴ്ച പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതി ഇത് പരിഗണിക്കവേ സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് അത് വലിയ പ്രതീക്ഷയിലാണ്. കോടതിയുടെ ഇടപെടൽ, ഇനി കോടതി ഉത്തരവ് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയായിരിക്കും ഭാവി പ്രക്ഷോഭ പരിപാടികൾക്ക് ആക്ഷൻ കമ്മിറ്റി രൂപം നൽകുക. ഏതായാലും ഇന്ന് AKM മഷ്റഫ് MLA നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു ഉപരോധ സമരമാണ് കലക്ടറേറ്റിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് അതീവ ജാഗ്രതയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം സമരം കൈവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് കുമ്പള ആരിക്കാടിയിലെ ഈ ടോൾ പിരിവിനെതിരെ ഉണ്ടാകുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എന്നാലും BJP ഈ കാര്യത്തിൽ തുടക്കത്തിൽ ഈ സമരത്തിന് പിന്തുണയുമായി ഉണ്ടായില്ലെങ്കിലും കേന്ദ്ര മന്ത്രിയുമായി കൂടിയാലോചിച്ച് ഈ ഒരു പിരിവ് അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു നീക്കം കൂടി BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികിലെത്തി നിൽക്കെ ഈ ടോൾ പിരിവ് സംഭവം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെട്ട് ആ ടോൾ പിരിവ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തുമുണ്ടായത്. ഏതായാലും ജനകീയ പ്രതിഷേധം വലിയ തോതിൽ ശക്തമായി വരുന്നു. ഇന്ന് ഏതായാലും കൂടുതൽ ആളുകൾ ഉണ്ടാകും. കാസർഗോഡ് അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ ആളുകൾ ഉണ്ടാകും. അതോടൊപ്പം ജനപ്രതിനിധികളും ഒക്കെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പോലീസും വലിയ തോതിൽ ജാഗ്രതയിലാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ പോലീസിനും ഇന്ന് ഈ ഒരു കലക്ടറേറ്റും പരിസരത്തും വിന്യസിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. കേരള കുംഭമേളയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് കൊടി ഉയർത്തും. ധർമ്മധ്വജാരോഹണം എന്ന പരമ്പരാഗത ചടങ്ങോടെയാണ് ഉദ്ഘാടനം. ഇതോടെ മഹാമാഘ മഹോത്സവത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കും. ചടങ്ങിൽ മഹാമാഘ സഭാ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, വർക്കിംഗ് ചെയർമാൻ K ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ K കേശവദാസ്, സമൂദ്രി കുടുംബാംഗമായ KC ദിലീപ് രാജ അരീക്കര എന്നിവർ പങ്കെടുക്കും. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനുമോദ്, വലിയ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ കുറേ ദിവസമായി നിളയുടെ തീരത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം, വലിയ വിഭാഗം വിശ്വാസികളെ അങ്ങോട്ട് പ്രതീക്ഷിക്കണം. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തിരുനാവായ നദിയുടെ നിളയോരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 11 മണിക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. 11 മണിക്ക് ഗവർണർ ഈ ധ്വജാരോഹണം നിർവഹിക്കുന്നതോടെ ഈ ഒരു ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇതിനായിട്ടുള്ള കൊടിമരം ഇന്നലെ എത്തിച്ചിരുന്നു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിയിൽ നിന്നാണ് ഈ ഒരു കൊടിമരം എത്തിച്ചത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈകുന്നേരത്തുള്ള നിള ആരതിയാണ്. ഗംഗയെ ആരാധിക്കുന്ന തരത്തിൽ, ഗംഗാ ആരതിക്ക് സമാനമായ തരത്തിൽ നിളയെ ആരാധിക്കുന്ന നിള ആരതിയാണ് ഇന്ന് വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ഗംഗയിൽ ഇത്തരത്തിലുള്ള ആരതി ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ്.
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പറയാൻ. കാശിയിലെ ദശാശ്വമേധഘട്ടിലെ പണ്ഡിറ്റുകളാണ് ഈ ഒരു ചടങ്ങുകൾക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു നദീവന്ദനം, പൗരാണിക ഭാരതത്തിന്റെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്ന നദീവന്ദനത്തിന്റെ മാതൃകയിൽ തന്നെയാണ് ഈ ഒരു നിള ആരതിയും ഉണ്ടാവുക. സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും നിള ആരതി നടക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ളത് രഥാശ്വമേധത്തിന്റെ ചടങ്ങുകളാണ്. അതിനു വേണ്ട രഥം, അതായത് തിരുനാവായിൽ നദി ഉത്ഭവിച്ചെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നാണ് സങ്കല്പം. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്നാണ് സങ്കല്പം. ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തി മലയിൽ നിന്നാണ് ശ്രീചക്രവുമായിട്ട് രഥം യാത്ര പുറപ്പെടുക. അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ ഇന്ന് തുടക്കമാവുന്നതോടെ ഇനി ഫെബ്രുവരി 3-ാം തീയതി വരെ നീളുന്ന ഈ ഒരു മാഘമഹോത്സവത്തിന്റെ അതിലേക്ക് വിശ്വാസികളുടെ വലിയൊരു പ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കൂടുതൽ പോലീസിനെയും കൂടുതൽ സന്നാഹങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുക, അല്ലെങ്കിൽ സംഘാടക സമിതി ഇപ്പോഴും അനുമതിയെ ചൊല്ലിയുള്ള വിവാദം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടവും ശരി അനുമോദ് എന്തായാലും വിപുലമായ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണ്ണമായും മതപരമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് CPM-ന്റെ അജണ്ട. നിങ്ങൾ നോക്കിക്കയറി വെടിവെക്കാതെ വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗപരമായ രാഷ്ട്രീയം വിട്ടുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തെ പുൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഓരോ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി UDF വന്നാൽ ജമായത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് വരെ പറഞ്ഞ AK ബാലനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. പാർട്ടി സെക്രട്ടറി ഒരു തവണ തള്ളി പറഞ്ഞു, പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ സ്വരം പോലും കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM ബോധപൂർവമായി ശ്രമിക്കുകയാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിൽ ഞാൻ പറയട്ടെ, NSS-ഉം SNDP ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെ അഭിപ്രായം. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? അവർ യോജിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ്, അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSS-ൻ്റെയോ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തോടെ SNDP-യും ശ്രീ സമുദായ ആചാര്യ മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യത്തോടെ NSS-ഉം ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം? അല്ല, അവർ യോജിക്കുന്നത് നല്ലതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, അത് അവരോട് ചോദിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ടേ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ചരിത്രം അതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി, ദുരന്തം, അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക. ഇന്ന് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM നടത്തുന്ന, മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു.
അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല, അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഞാൻ ഒരു കാര്യം പറയാം, അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ. ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? കേരളത്തെ മോചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അല്ല, ഐക്യം അവർ രണ്ട് സംഘടനകൾക്ക് ഗുണം ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നമ്മളെന്തിനാ എതിർക്കുന്നത്? അത് ഞാൻ പറയട്ടെ, അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നത് നമ്മളെന്തിനാ എതിർക്കുന്നത്? ആരാ? അത് ആരെങ്കിലും എന്നെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസിന് എന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. ഒരു ഇപ്പം ഞാനും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ അവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എത്രയോ കാലഘട്ടം എന്നോട് 9 വർഷം NSS അകന്നു നിന്നിട്ടുണ്ട്, SNDP അകന്നു നിന്നിട്ടുണ്ട്. അതൊക്കെ അവർ, പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി, അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും KPMS പോലുള്ള സംഘടനകൾ, എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത്. അതാണ് അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. NSS ജനറൽ സെക്രട്ടറി തുടർച്ചയായിട്ട് VD സതീശനെ വിമർശിക്കുന്നത് താങ്കൾക്ക് വേണ്ടിയാണെന്ന ഒരു വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട്. താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കളെ ഉയർത്തി കാണിക്കാനാണ് എന്നതടക്കമുള്ള അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുമോ? അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കണം. 9 വർഷം ഞാനും അദ്ദേഹമായിട്ട് പിണങ്ങി നിന്നപ്പോൾ നിങ്ങളെ ആരും കണ്ടില്ലല്ലോ, ചോദിച്ചില്ലല്ലോ നിങ്ങൾ. ശരി. രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ഈ വിഷയത്തിലൊരു വ്യക്തമായ നിലപാട് പറയാൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവിനുള്ള വിമർശനത്തിൽ മറുപടി ഉണ്ടായില്ല. പ്രതിപക്ഷ നേതാവും താനും പറയുന്നതൊക്കെ ഒന്നാണ്, മതേതരത്വമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു. ഒപ്പം ഈ ഐക്യത്തെ കോൺഗ്രസും CPM-ഉം ഒരുപോലെ സ്വാഗതം ചെയ്യുന്നതും നമ്മൾ കാണുകയാണ്. ആത്യന്തികമായി അതിൻ്റെ ഗുണം ആർക്കുണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മണ്ഡല മകരവിളക്ക് കാലം പൂർത്തിയായതോടെ ഇന്ന് ശബരിമല നട അടയ്ക്കും. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക. രാത്രി മാളികപ്പുറത്ത് കുരുതി നടക്കും. 1 ലക്ഷത്തോളം ഭക്തരാണ് മല ചവിട്ടിയത്. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. എസ്റ്റേറ്റിലെ കാട്ടാനക്കൂട്ടത്തോടൊപ്പമാണ് പടയപ്പയുടെ സഞ്ചാരം. ആന മതപ്പാടിലാണ് എന്നാണ് വിവരം. പ്രിൻസ് P. ജെയിംസ് ഉണ്ട്. പ്രിൻസ്, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ ചൊക്കനാട് എസ്റ്റേറ്റ് മേഖലയിലാണ് പടയപ്പയുള്ളത്. കാട്ടാനക്കൂട്ടത്തോടൊപ്പമാണ് ആനയുള്ളത്. ഏതാനും ദിവസങ്ങളായി ആന ഈ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വരെ കഴിഞ്ഞ ദിവസം പടയപ്പ എത്തിയിരുന്നു. ആന മതപ്പാടിലായതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ മതപ്പാടിലാകുന്ന സമയങ്ങളിൽ ആന കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആയി ആനയുടെ അടുത്തേക്ക് കൂടുതൽ ചെല്ലരുത്, വാഹനങ്ങൾ കൊണ്ട് കൂടുതൽ അടുത്തേക്ക് ചെല്ലരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും RRT സംഘം പ്രത്യേകമായ നിരീക്ഷണം ഈ മേഖലയിൽ തുടരുന്നുണ്ട്. പല പ്രദേശങ്ങളിലായി തിരിഞ്ഞ് RRT നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒപ്പം പടയപ്പയെ വിവിധ മേഖലകൾ കണ്ടെത്തിയാൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 21ഓളം കാട്ടാനകൾ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള തോട്ടം മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പല കൂട്ടങ്ങളായാണ് ഈ ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ ആനക്കൂട്ടങ്ങളോട് ചേർന്നാണ് പടയപ്പായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി കാണപ്പെടുന്നത്. എന്തായാലും ഇന്ന് ചൊക്കനാട് മേഖലയിലാണ്, ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്, തോട്ടം മേഖലയാണ്. ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകുന്നുണ്ട്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗാസ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമാണിത്. ഇസ്രായേലുമായും പലസ്തീനുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചത്. പാകിസ്ഥാനെയും ട്രംപ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ തള്ളിക്കളഞ്ഞതോടെയാണ് ഇന്ത്യയെ രംഗത്തിറക്കാനുള്ള നീക്കം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നിർണായകമായ
ചില നീക്കങ്ങൾ ഈ സമാധാനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നറിയാം. അവിടെ ഇന്ത്യക്ക് ഒരുപാട് പങ്കാളിത്തം വഹിക്കാനുമുണ്ട്, സംശയമില്ല. അത് മനസ്സിലാക്കിയുള്ള പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കരുതാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ ബോർഡ് ഓഫ് പീസിലേക്കുള്ള ഈ അംഗങ്ങളുടെ ക്ഷണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ക്ഷണം, ഈ ഒരു ബോർഡ് ഓഫ് പീസിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ പ്രധാനമായിട്ടും പാലസ്തീൻ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് ഇവരെല്ലാവരും കൂടി സ്വീകരിക്കുമോ എന്നുള്ള തലത്തിൽ. അതുപോലെ തുർക്കി, ഖത്തർ, അതുപോലെ പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെ ഈ ഒരു ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ കടന്നുവരവ് അത് ഇസ്രായേലിനും ഒരേപോലെ ഒരു ആശങ്ക സമ്മാനിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ അവരുടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഗാസയിലേക്ക് സേനയെ അയച്ചിരുന്നുവെങ്കിലും ഈ ബോർഡ് ഓഫ് പീസിലേക്ക് അവരുടെ സാന്നിധ്യം അതെന്ന് പറയുന്നത് ഒരു അവിടുത്തെ പാലസ്തീൻ്റെ ഭരണം, അതുപോലെ യുദ്ധം കാരണം തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണം, ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഫേവറബിൾ ആകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം അത് ഇസ്രായേലും പാലസ്തീനും ഒരേപോലെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു വരുന്നത് അത് രണ്ട് രാജ്യങ്ങൾക്കും ഒരേപോലെ സ്വീകാര്യമായ ഒന്നാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഇന്ത്യ ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനുമായിട്ടും ഒരേപോലെ സൗഹൃദം പങ്കുവയ്ക്കുന്ന രാജ്യമാണ്. പാലസ്തീന് ഒരുപാട് തവണ മാനുഷിക സഹായങ്ങൾ ഇന്ത്യ എത്തിച്ചു നൽകിയിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലുമായിട്ട് തന്ത്രപരമായിട്ടുള്ള നിരവധി കരാറുകൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ കടന്നു വരുന്നത് അത് രണ്ട് രാജ്യങ്ങളും ഒരേപോലെ സ്വീകരിക്കും. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ ഇത് സമ്മതമോ അല്ലെങ്കിൽ വിസമ്മതമോ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. US-ന്റെ ഇന്ത്യയിലുള്ള അംബാസഡറായിട്ടുള്ള സെർജിയോ ഗോറാണ് ഇപ്പോൾ നിലവിൽ ട്രംപ് നരേന്ദ്രമോദിക്ക് നേരിട്ടയച്ച ഈ കത്ത് പുറത്തുവിട്ടിട്ടുള്ളത്. ട്രംപ് അധ്യക്ഷനായിട്ടുള്ള ഈ ബോർഡ് ഓഫ് പീസിലേക്കാണ് നിലവിൽ ഇന്ത്യയെ ക്ഷണിച്ചിട്ടുള്ളത്. 3 തലത്തിലാണ് ഈ ബോർഡ് ഓഫ് പീസ് നിയന്ത്രിക്കാനായിട്ട് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, ട്രംപ് നേരിട്ട് അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി ഇത് ഗാസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ ഈ യുദ്ധം കാരണം തകർന്ന പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിന് വേണ്ടി രണ്ടാമതൊരു സമിതിയുണ്ട്. അതുപോലെ ഈ സമിതിക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാനുള്ള മൂന്നാമതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ഒരു ബോർഡുമുണ്ട്. ഇതിൽ ആദ്യത്തെ ബോർഡ്, ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന ബോർഡിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണമുള്ളത്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഹംഗറി, അതുപോലെ UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഈ ബോർഡിലേക്കുള്ള ക്ഷണം അംഗീകരിച്ച് ഇതിനോടകം തന്നെ അതിലെ അംഗങ്ങളാണ്. ഇന്ത്യ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് ഇപ്പോൾ UN-ന് സമാനമായ ഒരു സംഘടനയായി ഇത് മാറുമോ, അത് UN-ന്റെ പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കുമോ എന്നുള്ള തലത്തിലുള്ള ചില ആശങ്കകളും പങ്കുവച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 21 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കുണ്ട്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ പാളം തെറ്റിയാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അറിയിച്ചു. അജയ് തുടരുന്നുണ്ട്. അജയ്, വലിയ അപകടമാണ്. എന്താണ് സംഭവിച്ചത്? ഇതിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ നിലവിലെ ഒരു പ്രാഥമിക നിഗമനം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതനുസരിച്ച് ഈ മാഡ്രിഡിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഈ ട്രെയിൻ അത് പെട്ടെന്ന് പാളം തെറ്റിയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. ഈ ട്രെയിൻ പാളം തെറ്റുകയും ദിശയിൽ നിന്ന് വന്ന മറ്റൊരു ട്രെയിനിലേക്ക് ഈ ട്രെയിൻ നേരെ ചെന്ന് ഇടിക്കുകയുമായിരുന്നു. അപ്പോൾ ഈ ഇടിയുടെ ആഘാതത്തിൽ എതിർദിശയിൽ നിന്ന് വന്ന ട്രെയിൻ കൂടി മറിഞ്ഞു. ഈ 2 ട്രെയിനുകളും ഒരേ സമയം ഇടിച്ച് മറിഞ്ഞതാണ് ഈ അപകടത്തിനിടയാക്കിയത്. ഈ മാഡ്രിഡിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ട്രെയിൻ അത് ഏതാണ്ട് 200 km/h വേഗതയിൽ അത്രയധികം ഫോഴ്സിലാണ് ചെന്നിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തിയും വളരെയധികം വലുതാണ്. പ്രാദേശിക സമയം വൈകിട്ട് 6:40 ഈ അപകടം ഉണ്ടായത്. ഈ രാത്രി സമയമായതിനാൽ തന്നെ നിരവധി ആളുകളെ ട്രാക്ക് ചെയ്യാനും രക്ഷാപ്രവർത്തനം നടത്താനും ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സൈന്യത്തെ ഉൾപ്പെടെ രംഗത്ത് ഇറക്കിക്കൊണ്ട് നിലവിൽ ആളുകളെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനത്തിനുമുള്ള ശ്രമങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടിയിടിച്ച ട്രെയിനിൽ 300 യാത്രക്കാരും ഈ ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ രണ്ടാമത്തെ ട്രെയിനിൽ 100 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 21 പേർ മരിച്ചിട്ടുണ്ട്. ഒരു ലോക്കോ പൈലറ്റും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരെയും നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും അതിദാരുണമായിട്ടുള്ള അപകടമാണ്. എന്താണ് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ലാപ്സ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? കാര്യം സദേൺ സ്പെയിനിൻ്റെ റെയിൽവേ സിസ്റ്റമൊക്കെ നല്ല രീതിയിൽ ഒരു നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഓടുന്ന ട്രെയിനുകളാണ്. അപ്പോൾ ഈ അപകടം എന്താണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. ശരി.
അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്വാൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. UAE പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം നഹ്യാന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിജയ് ഇന്ന് വീണ്ടും CBIക്ക് മുന്നിലെത്തും. താരം നിലവിൽ ഡൽഹിയിലുണ്ട്. പൊങ്കൽ ആഘോഷങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ വിജയ് ഡൽഹിയിലേക്ക് തിരിച്ചത്. ജനുവരി 12-ന് വിജയിയെ CBI ആസ്ഥാനത്ത് വെച്ച് 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് വാളയാറിൽ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1,18,00,000 രൂപ പോലീസ് പിടിച്ചു. ഡാൻസ് ഓഫ് ടീമാണ് പണം പിടികൂടിയത്. തെലങ്കാന സ്വദേശി ചവാൻ രൂപേഷ് പോലീസ് പിടിയിലായി. ഇയാൾ യൂട്യൂബറാണ്. യൂട്യൂബിൽ നിന്നാണ് പണം ലഭിച്ചതെന്നാണ് ചവാൻ രൂപേഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊപ്പത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കൊപ്പം ജംഗ്ഷനിൽ രാത്രി 10ഓടെയായിരുന്നു സംഭവം. കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ ഉയർന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പാലക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ സഞ്ജിത്തിന്റെ സ്കോർപിയോ കാറാണ് കത്തി നശിച്ചത്. ആശുപത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരുന്നു സംഭവം. പാലക്കാട് ആനക്കരയിൽ കൃഷിക്കും ജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും മേൽനോട്ടത്തിലായിരുന്നു നടപടി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് 27ഓളം പന്നികളെ വെടിവെച്ചു കൊന്നത്. കാർഷിക ഗ്രാമമായ തൃത്താല ആനക്കരയിൽ കാട്ടുപന്നി ശല്യത്തിൽ വ്യാപകമായാണ് കൃഷിനാശം സംഭവിക്കുന്നത്. കൂടാതെ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും കാട്ടുപന്നി ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ട നടത്തിയത്. ഇതുവരെ 27 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. 2 ഘട്ടങ്ങളിലായാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ 6 പന്നികളെയും 2ാം ഘട്ടത്തിൽ 21 പന്നികളെയുമാണ് പിടികൂടിയത്. പ്രത്യേക പരിശീലനം ലഭിച്ച ഷൂട്ടർമാരുടെ സംഘമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കർഷകരും പ്രദേശവാസികളും പന്നികളെ കണ്ടെത്തുന്നതിനും ദൗത്യം വിജയകരമാക്കുന്നതിനും സജീവമായി സഹകരിച്ചു. പന്നിശല്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിളകൾ പന്നികൾ നശിപ്പിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ആനക്കരയിലെ കർഷകർ. ന്യൂസ് 18 പാലക്കാട്. മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് സ്വകാര്യ ഹോട്ടൽ ശുചിമുറി മാലിന്യം തള്ളി. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിലാണ് മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം നിക്ഷേപിച്ചത്. ഹോട്ടലിന് പഞ്ചായത്ത് അധികൃതർ 50,000 രൂപ പിഴ ചുമത്തി. തിങ്കളാഴ്ച രാത്രിയാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. സഞ്ചാരികളുമായി എത്തിയ ഡ്രൈവർമാരിൽ ഒരാൾ ഇത് കണ്ട് ചോദ്യം ചെയ്തു. തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വേസ്റ്റ് തള്ളുന്നത്, പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ വേസ്റ്റ് തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഈ പമ്പും സെറ്റും എല്ലാം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധന നടത്തിയ ശേഷം ഹോട്ടലിന് 50,000 രൂപ പിഴ ചുമത്തി. ഹോട്ടൽ അടച്ചുപൂട്ടാനും നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. മൂന്നാറിലെ വെസ്റ്റ്വുഡ് ഹോട്ടല് പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി എന്നുള്ള പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുകയും സംഭവം വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ അനുശാസിക്കുന്ന പ്രകാരം 50,000 രൂപ ഫൈനും സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് സ്റ്റോപ്പ് മെമ്മോയും ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. മൂന്നാറിലെ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. അതേസമയം മൂന്നാറിലെ പല ഹോട്ടലുകളും മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് കണ്ടെത്താൻ പരിശോധന കർശനമാക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി TG സയത്തിയേരും ന്യൂസ് ട്രെൻഡ്സുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.